Assalamu alaikum, dear students. How are you? I hope you are fine. Am I correct? Yes. Today we are discussing the remaining parts of desert animals. Unit 9. Are you ready? Are you understood earlier class? Yes. Yes, we can start paragraph 3. But the rattler's snake, or rattler as it is sometimes called, prefers to avoid people if it possibly can. It holds its tail upright and rattles the end whenever it is disturbed. ഇനി നമ്മൾ പറയുന്നത് റാറ്റിൽസ് സ്നേക്ക് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ റാറ്റ്ലർ എന്ന് വിളിക്കുന്ന ഒരു തരം പാമ്പിനെ കുറിച്ചാണ്. ഈ പാമ്പ് പ്രിഫേഴ്സ് ടു അവോയ്ഡ് പീപ്പിൾ ഇഫ് ഇറ്റ് പോസിബിളി ക്യാൻ. അതിന് എങ്ങനെയാണോ സാധിക്കുന്നത് ആ വിധത്തിൽ ആളുകളെ അദ്ദേഹമല്ല ആ പാമ്പ് ആളുകളെ അകറ്റിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വാല് അപ്രൈറ്റ് അഥവാ ലംബം മോഡൽ കുത്തനെ വെക്കും. അതിൻ്റെ വാല്. rattles the end whenever it is disturbed in the hope that the intruder will go away. ഇത് ഇൻട്രൂഡർ എന്ന് പറഞ്ഞാൽ കയ്യേറ്റക്കാരൻ അഥവാ ഇതിനെ ആക്രമിക്കാൻ വരുന്നവർ ഈ സാധനം കണ്ടാൽ ഓടിക്കോളും എന്നുള്ള നിലക്ക് ഇതിൻ്റെ വാല് ലംബം രൂപത്തിൽ കുത്തനെ ആക്കി വെക്കും. However, if its warning are ignored and it feels threatened, it will coil ready to bite. ഇനി അഥവാ ഈ സ്നേക്ക് തരുന്ന ഈ വാണിങ് ആരെങ്കിലും ഇഗ്നോർ ചെയ്താൽ, അവഗണിച്ചാൽ ഈ പാമ്പ് എന്ത് കാട്ടുന്നറിയോ, അത് കൊത്താനും വേണ്ടി തയ്യാറാകും. ബട്ട് ദ rattler itself cannot hear the noise its own tail makes. ഇങ്ങനെ ആകുന്ന സമയത്ത് ഈ പാമ്പ് ഇങ്ങനെ ലംബമായി നിൽക്കുന്ന സമയത്ത് ഇതിനെ വല്ലാതെ ഈ ഭൂമിയുടെ സൗണ്ട് അഥവാ പാമ്പുകൾക്ക് ചെവിയില്ല, പകരം ഇവകൾ അറിയുന്നത് ഈ വൈബ്രേഷൻ മുഖേനയാണ് പാമ്പുകൾ അറിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതിന് വല്ലാതെ കേൾക്കാൻ കഴിയുകയില്ല. ലൈക്ക് മോസ്റ്റ് സ്നേക്ക് ഇറ്റ് ഹിയേഴ്സ് തിങ് ത്രൂ ദി വൈബ്രേഷൻ ഇൻ ദി ഗ്രൗണ്ട്. അധിക പാമ്പുകളും അത് സൗണ്ടുകളൊക്കെ അറിയുന്നത് വൈബ്രേഷൻ മുഖേനയാണ്. നമ്മളിപ്പോൾ നടക്കുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ വൈബ്രേഷൻ കാരണമാണ് അവകൾ അറിയുന്നത്, കേൾക്കുന്നത്. ഇഫ് എ പേഴ്സൺ വാക്സ് നിയർ ബൈ ദി സ്നേക്ക് ക്യാൻ ഫീൽ ദി മൂവ്മെൻറ്റ്. നമ്മൾ ഒരു പാമ്പിൻ്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്നത് അവകൾക്ക് കേൾക്കാൻ കഴിയും. ബട്ട് ഇഫ് ദി സെയിം പേഴ്സൺ വേർ ടു ഷൗട്ട് ഇറ്റ് വുഡ് നോട്ട് ഹിയർ എ തിങ്. ഇനി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയാണ്ട് നമ്മൾ നടത്തത്തേക്കാൾ വലിയ ശബ്ദമുണ്ടാക്കി നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ആ പാമ്പുകൾക്ക് ഒന്നും കേൾക്കാൻ കഴിയൂല. Rattlesnakes are very common and widespread animal living right across the American continent from Canada to Argentina. കാനഡ മുതൽ അർജൻറ്റീന വരെയുള്ള ഭൂഖണ്ഡത്തിൽ ആ ഭാഗങ്ങൾ ആ പ്രദേശങ്ങളിലാണ് ഈ പാമ്പിനെ കണ്ടുവരുന്നത്, റാറ്റിൽ സ്നേക്കിനെ കണ്ടുവരുന്നത്. They feed on a variety of prey including mice, owls, rats, chipmunks and many other small animals. ഇവകൾ ഇരയാക്കുന്നത് എന്തൊക്കെയാണ്? മെയ്സ് എന്ന് പറഞ്ഞാൽ ചുണ്ടലി, വോൾസ് എന്ന് പറഞ്ഞാൽ സൈഡിലുണ്ട് എ സ്മോൾ പ്ലാൻ ഈറ്റിംഗ് റോഡൻറ്റ്. അതേപോലെ റാറ്റ്സ്, ചിപ്മങ് മീൻസ് സ്മോൾ ഗ്രൗണ്ട് സ്ക്വിറൽസ് ഹാവിങ് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്ട്രൈപ്സ് ആൻഡ് മെനി അതർ സ്മോൾ അനിമൽസ്. ഇവകൾ തിന്നുന്നത് അണ്ണാനെ പോലെ, അതേപോലെ ചുണ്ടലി, അതേപോലെ എലികൾ, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇവകൾ തിന്നാറ്. റാറ്റിൽ സ്നേക്സ് കിൽ ദെയർ പ്രേ വിത്ത് വെനം. ഈ റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമുള്ള ഒരു പാമ്പാണ്. ഇനി ഇവകൾ ഈ ജന്തുക്കളെ കൊല്ലുന്നത്, ഈ ഇരകളെ കൊല്ലുന്നത് അതിൻ്റെ വിഷം ഉപയോഗിച്ചാണ്. ലൈക്ക് ഓൾ സ്നേക്സ് ദേ സ്വാലോ ദി അൺഫോർച്ചുനേറ്റ് അനിമൽസ് വോൾ. ഈ സാധാരണ പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവകളൊക്കെ വിഴുങ്ങി വിടാറാണ്. ഫ്യൂ സ്നേക്സ് ഹാവ് ടു ഈറ്റ് മോർ ദാൻ ഓൺസ് എ വീക്ക് ആൻഡ് സം സച്ച് ആസ് ദി ലാർജർ പിത്തോൺസ് ക്യാൻ സർവൈവ് ഫോർ എ ഇയർ ഓർ മോർ വിത്തൗട്ട് ഈറ്റിംഗ്. ചില പാമ്പുകൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിന്നാൽ മതി. ചില പാമ്പുകൾക്കാണെങ്കിലോ ഭക്ഷണം കഴിക്കാതെ
വർഷങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളമൊക്കെ ജീവിക്കാൻ കഴിയും. അറ്റുങ്ങൾക്കൊന്നും കഴിക്കുന്ന സമയത്ത് ഉഷാറായി കഴിക്കും അങ്ങനത്തെ പാമ്പുകൾ. ലാർജർ പിത്തോൺസ് എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പ് എന്നൊക്കെ പറയും. ഈ പാമ്പുകളൊക്കെ ചിലപ്പോൾ വർഷത്തിൽ ഒരു വട്ടമൊക്കെയാണ് ഭക്ഷണം കഴിക്കുള്ളൂ. ഒക്കെ ദൈവത്തിന് അറിയാം. ഏതായാലും പോട്ടെ. 4th one, mongoose like to hunt together but they always keep a lookout for dangerous predators nearby. മംഗൂസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മംഗൂസിനെ കുറിച്ചാണ്. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരിയാണ്. ഈ കീരി നമ്മുടെ നാട്ടിലുള്ള ജന്തുക്കളെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ഡെസേർട്ട് അനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ പെട്ടതാണ് മംഗൂസ്. മംഗൂസ് ഡെസേർട്ടിൽ ഉള്ള സാധനമാണ്. അത് ഒന്നായിട്ട് ഒപ്പം നിന്നുകൊണ്ടാണ് ഹണ്ട് ചെയ്യുന്നത്. ബട്ട് ദേ ഓൾവേസ് കീപ്പ് എ ലുക്കൗട്ട് ഫോർ ഡേഞ്ചറസ് പ്രെഡാറ്റേഴ്സ് നിയർ ബൈ. പ്രെഡാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻ അനിമൽ നാച്ചുറലി പ്രേയിങ് ഓൺ. ഇവകൾ എല്ലാം കൂടിയും ഒപ്പമാണ് നടക്കാറ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ജന്തുക്കളെ വേട്ടയാടുന്ന ഈ ജന്തുക്കളുണ്ടല്ലോ, വേട്ടയാടുന്ന ജന്തുക്കൾ, പുലി അല്ലെ കടുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ചെറുക്കാൻ കഴിയും, നിരീക്ഷിച്ച് കണ്ടെത്താനൊക്കെ കഴിയും. പോക്കിംഗ് ദെയർ നോസസ് ഇൻ ടു ഹോൾസ്, overturning rock with their paws and scratching the ground with their sharp claws. ഇങ്ങനെയൊക്കെയാണ് അവകൾ രക്ഷപ്പെടുന്നത്. ഒന്നുകിൽ മൂക്കുകൊണ്ട് ഹോൾ ഉണ്ടാക്കും, അഥവാ ഈ ഇതിൻ്റെ മുൻഭാഗം കണ്ടില്ലേ, മുഖത്തിൻ്റെ ഭാഗം കണ്ടില്ലേ, ആ ഭാഗം കൊണ്ട് അവകൾ ഹോൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ പാറകൾക്കിടയിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ മാന്തി എന്തുണ്ടാക്കും, ഗുഹ ഉണ്ടാക്കും. ബാൻഡഡ് മംഗൂസ് ആർ വെരി അമ്യൂസിങ് അനിമൽ ടു വാച്ച്. കൂട്ടമായി പോകുന്ന ഈ മംഗൂസ് ഉണ്ടല്ലോ, അമ്യൂസിങ്, ഇൻട്രസ്റ്റിംഗ്, എൻജോയബിൾ, കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം എല്ലാം കൂടി ഒപ്പം ഇങ്ങനെ നടന്നു പോകും, അത് കാണാൻ തന്നെ നല്ല രസമാണ്. എ കോമൺ സൈറ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ആഫ്രിക്ക. ദേ ട്രാവൽ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് അബൌട്ട് 20 to 4 ബീറ്റിൽസ്. ഇനി ആഫ്രിക്കയിൽ കോമൺ ആയി കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവകൾ ഗ്രൂപ്പായിട്ട് ഏകദേശം 20 ആളുകൾ, ഏകദേശം 20ഓളം മംഗൂസ് ഒന്നായിട്ട് ഒരു കൂട്ടായിട്ട് ഭക്ഷണം അന്വേഷിക്കാൻ വേണ്ടി പോകും. ഫൊറാക്ക് എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ ഫുഡ്. ഇവകൾ ഭക്ഷണം തേടി പോകും. അത് ബീറ്റിൽസ് അല്ലെങ്കിൽ മില്ലി ബേർഡ്സ് ആൻഡ് അതർ സ്മോൾ ക്രിയേച്ചേഴ്സ്. ഒന്നുകിൽ തേരട്ട, മില്ലി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ചേരാട്ട എന്ന് പറയില്ലേ നമ്മളെ നാട്ടിൽ കാണുന്ന ചേരാട്ട. ഈ ചേരാട്ടയെ അല്ലെങ്കിൽ വണ്ടിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഇവകൾ കൂട്ടമായിട്ടാണ് പോവാറ്. ഭക്ഷണം തേടി പോവാറ് കൂട്ടമായിട്ടാണ്, ഒന്നായിട്ടാണ് പോവാറ്. കാരണം ഒറ്റപ്പെട്ടവനെ ചെന്നായ കടിക്കുന്ന അറിയല്ലോ അല്ലേ. അപ്പോൾ ഒറ്റപ്പെട്ടുകാണ് പോകില്ല. ഒറ്റപ്പെട്ട് പോയാൽ ചെന്നായ കടിക്കുന്നതിൽ ആ ഒരു പഴഞ്ചൊല്ലാണ്, ഒറ്റപ്പെട്ടവനെ ചെന്നായ കടിക്കും. അഥവാ ആരും ഒറ്റയ്ക്ക് പോവരുത്, എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ കൂട്ടമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് പറയുന്ന ഒരു പദമാണ്, നമ്മൾ ഒരു പഴഞ്ചൊല്ലാണിത്. ഏതായാലും പോട്ടെ. അപ്പോൾ ഇവകൾ ഒറ്റക്ക് പോവില്ല. ഒറ്റക്ക് പോയാൽ ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കുമോ എന്ന് പേടി ഇവകൾക്കുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ ഇവകൾക്കും ഉണ്ടാകും. അപ്പോൾ ഇവകൾ എങ്ങനെ പോവല്? കൂട്ടമായിട്ടാണ് പോവാറ്. ഭക്ഷണം അന്വേഷിച്ചാണെങ്കിലും അല്ലാതെ വെറുതെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവകൾ കൂട്ടമായിട്ടാണ് പോവാറ്. ദേ ലൈക്ക് ടു ഹണ്ട് ടുഗദർ. അഞ്ചാമത്തത് 5 പാരഗ്രാഫ് 5. ദേ ലൈക്ക് ടു ഹണ്ട് ടുഗദർ, കീപ്പിംഗ് ഇൻ ടച്ച് വെനെവർ ദേ ഗോ ഔട്ട് ഓഫ് സൈറ്റ് ബിഹൈൻഡ് റോക്ക് ഓർ ബുഷസ് ബൈ ടിറ്ററിങ് ആൻഡ് കോളിങ്. ഇവകൾ എന്ത് കാട്ടുന്നറിയാം? ഇവളെ ഹണ്ടിങ് എന്ന് ചോദിച്ചാൽ ഒന്നായിട്ട് ഒപ്പമാണ് ഹണ്ടിങ്ങിന് പോവാറ്. കീപ്പിംഗ് ഇൻ ടച്ച് വെനെവർ ദേ ഗോ ഔട്ട് ഓഫ് സൈറ്റ് ബിഹൈൻഡ് റോക്സ് ആൻഡ് ബുഷസ് ബൈ ടിറ്ററിങ് ആൻഡ് കോളിങ്. ഇവകൾ എന്ത് കാട്ടുന്നു ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ പാറൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കും. ഓൾവേസ് ഓൺ ദി ലുക്ക് ഔട്ട് ഫോർ ഡേഞ്ചർ ഹോക്സ്, ഈഗിൾസ് ആൻഡ് ലാർജ് സ്നേക്ക്. ദേ വാൺ അനദർ വിത്ത് എ സ്പെഷ്യൽ അലാം കോൾ ഇഫ് ദേ സ്പോട്ട് എനിത്തിങ് സസ്പീഷ്യസ്. അഥവാ ഇനി ഇവകൾ ഭയങ്കരമായിട്ട് ഐക്യമുള്ള ജന്തുക്കളാണ്. ആരെങ്കിലും ഒരാൾ ഒരു ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങൾ, ഹോക്സ്, കഴുകനോ അല്ലെങ്കിൽ ഈഗിളെ അല്ലെങ്കിൽ ലാർജ് സ്നേക്കോ ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കണ്ടാൽ ഇവകൾ എന്ത് കാട്ടും എന്ന് ചോദിച്ചാൽ ഈ കണ്ട ഈ മംഗൂസ് എന്ത് കാട്ടും? ഭയങ്കരമായ ഒച്ച ഉണ്ടാക്കും. ഭയങ്കര ഒച്ച ഉണ്ടാക്കും. ഒന്നുകിൽ ഇവകൾക്ക് പ്രത്യേകമായി അറിയുന്ന വിധത്തിലുള്ള ഒരൊച്ച, ഒരു അപായ സൂചന നൽകും. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള മംഗൂസുകൾക്കൊക്കെ മനസ്സിലാവും ഇവിടെ എന്തോ അപകടമുണ്ട് എന്നുള്ളത്. അപ്പോൾ അവകൾ ശ്രദ്ധിക്കും. അവകൾ ഭയങ്കരമായിട്ട് ഐക്യത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു പ്രത്യേക സ്പെഷ്യൽ അലാം, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു
അപായ സൂചനയായിരിക്കും അവകൾക്ക് നൽകുക. 6th one, mongoose are famous for being able to kill snake without getting hurt themselves. സ്നേക്ക് പാമ്പുകളെ വല്ലാതെ ഉപദ്രവിക്കാതെ പാമ്പുകളെ ഹണ്ട് ചെയ്യാൻ ഏറ്റവും സമർത്ഥന്മാരാണ് ആര്? ഈ മംഗൂസുകൾ. Their reaction are so fast that they can dodge each time the snake strikes. Dodge എന്ന് പറഞ്ഞാൽ move quickly to avoid its enemy. ഇവകൾ ഈ മംഗൂസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മംഗൂസിൻ്റെ കാര്യങ്ങൾ ഓരോ ആക്ഷനുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ആക്ഷനുകളാണ്. അഥവാ ആലോചിച്ചുകൊണ്ട് കുറേ നേരം നിന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളല്ല, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ their reactions are so fast they can dodge each time the snake strike. dodge പറഞ്ഞാൽ മൂവ് ക്വിക്കിൽ, അഥവാ ഈ പാമ്പ് കൊത്തുന്ന സമയത്ത് പെട്ടെന്ന് മാറാനും അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചാടാനും മറിയാനൊക്കെ കഴിയുന്ന സാധനങ്ങളാണ് ഈ മംഗൂസുകൾ. They continually make a nuisance of themselves until after a while. When the snake gets tired, they quickly dive in for the kill. ഇനി പാമ്പും കിരിയും തമ്മിൽ കൂട്ടുമുട്ടുന്നത് നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാലും പാമ്പിനെ കീരി കൊല്ലും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പാമ്പ് കൊത്തുന്ന സമയത്ത് ഈ കീരി പെട്ടെന്ന് അവിടെ നിന്ന് മാറും, പിന്നെ ബാക്ക് കൂടെ വന്നുകൊണ്ട് പാമ്പിനെ വീണ്ടും തൊണ്ടും. അപ്പോൾ പാമ്പ് തിരിഞ്ഞ് കൊത്തുന്ന സമയത്ത് കീരി പെട്ടെന്ന് അവിടെ നിന്ന് മാറും. അങ്ങനെ പാമ്പിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് പാമ്പ് ഇങ്ങനെ കൊത്തുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ക്ഷീണിച്ച് അവസാനം പാമ്പിനെ കൊണ്ട് ഒന്നിനും കഴിയാതാവും. ആ സമയത്ത് കീരി ആ പാമ്പിനെ മേലിൽ ചാടി പാമ്പിനെ കൊല്ലും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. പാമ്പ് ക്ഷീണിക്കുന്നത് വരെ പാമ്പിനെ കൊണ്ട് ഇങ്ങനെ കൊത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മംഗൂസുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതുവരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പറഞ്ഞത് എഴുതാത്തവരുണ്ടെങ്കിൽ അതും എഴുതണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ വരെയുള്ള ഇപ്പോൾ 6ാമത്തത് വരെ എടുത്തു. ഫോർ ദി കിൽ എന്നുള്ള 115ാമത്തെ പേജ് വരെയുള്ളത് എടുത്തു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ ഈ 115ാമത്തെ പേജിൽ 6ാമത്തെ പാരഗ്രാഫ് വരെയുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു 5 ചോദ്യവും അതിൻ്റെ ആൻസറും എഴുതണം. 5 ചോദ്യവും എഴുതണം, അതിൻ്റെ ആൻസറും എഴുതണം. സിമ്പിളായിട്ട് വൺ വേർഡ് ആയിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ പോരാ, കുറച്ച് ആൻസർ കുറച്ച് കൂടുതലായിട്ട് ഉള്ള വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറും എഴുതിയിട്ട് എനിക്ക് വിട്ടു തരണം. ഓക്കെ, ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യൂ വേർഡ്സ് കാണാതെ പഠിച്ചു വെക്കണം. അതുപോലെ ഈ സൈഡിലുള്ള വേർഡ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.